അടുത്ത വീട്ടിലെ പെണ്ണ അതിൻ്റെ തള്ളേനെ കയറിയിട്ട് അമ്മയെന്ന് വിളിക്കുന്ന കേട്ട് ചേട്ടായി വന്നിട്ട് അമ്മച്ചീനെ അമ്മച്ചീന്ന് വിളിച്ച അമ്മച്ചി ആര് ശശിയായി. അമ്മച്ചി വലിയ ഫാഷനിൽ മമ്മീന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചതാ. ചേട്ടായി അമ്മച്ചീന്ന് വിളിച്ചു. അമ്മച്ചി പക്ഷെ അമ്മച്ചിക്ക് ഒട്ടും വിളിക്കാൻ ഇഷ്ടമല്ലാത്ത എന്നാന്നറിയാൻ വന്നതാ. കളക്കിയപ്പോ ഞാൻ ജോലിയിലായിരുന്നു. എന്നെ വിളിക്കാത്ത എന്താ? അപ്പൊ ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ കപ്പയും മീനും അങ്ങനെ നമ്മുടെ പണികളൊക്കെ തീർന്നു. കറണ്ട് പോയിട്ട് വന്നു. നല്ലൊരു മഴയും കഴിഞ്ഞു. കിണറ് തേകി. കിണറല്ല ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഒന്നുമല്ല, കുറച്ച് സമയമൊക്കെ വൈകിപ്പോയി. പുറകിൽ ക്ലോക്ക് കണ്ടാൽ അതിനത് സമയമൊക്കെ അറിയാം. ഇപ്പം പിന്നെ നമ്മൾ ലീവൊക്കെ എടുത്ത് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ആൻസൂറിന് വെക്കേഷനൊക്കെ ആയതുകൊണ്ടും പിന്നെ അങ്ങനെ നമുക്ക് കാലത്തെ എഴുന്നേക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുന്നേക്കും. നമ്മുടെ ആടും കോഴിയും പട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം ഈ മഴയൊക്കെ പെയ്യണതിന് മുമ്പായിട്ടേ നമുക്ക് കിണർ തേകാമെന്ന് വിചാരിച്ച് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒരാൾ കൂടി കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം. ഇന്ന് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കും പോലെ അല്ല, കുറച്ചുകൂടി ടേസ്റ്റിനൊക്കെ ഉണ്ടാക്കേണ്ട വരും. ഇന്നലത്തെ കാര്യമായിരുന്നു രസം. സത്യം പറഞ്ഞാൽ ഞാൻ പിടിയെന്നും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കൂടുക കേട്ടോ. ആസ്വദിച്ചൊന്നും ഉണ്ടാക്കിയാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല. ഇന്നലെ ഇങ്ങനെ ഇരിക്കുകയാണ് ചോറ് വെച്ച് എന്ത് കറി വയ്ക്കും ഒന്നും കറി വയ്ക്കാൻ കണ്ടില്ല. നേരത്തെ അങ്ങനെ ഇരുന്ന് കറക്റ്റ് ഒരു മണി കഴിഞ്ഞു. അപ്പോഴാണ് എന്ത് കറി വയ്ക്കുന്നത് ചിന്തിച്ച് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് തക്കാളിക്കുണ്ട്, കുറച്ച് കോവയ്ക്കുണ്ട്, പപ്പടം വിഷുവിന് വാങ്ങിയ പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. വേഗം തന്നെ തക്കാളിക്ക് ചാറുകറി വെച്ച് കോവയ്ക്ക അങ്ങോട്ട് ഒലത്തി, അതായത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ഒരു പാക്കറ്റ് മോരും പൊട്ടിച്ച് അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് അങ്ങോട്ട് ഇളക്കി വെച്ചു. പപ്പടവും കാച്ചി. ഫിനിഷ്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. നോൺ വെജൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്നലെ നമ്മൾ കടയിൽ പോയിട്ട് വന്നപ്പോൾ നമ്മൾ ഇച്ചിരി കപ്പയും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു. അതൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ചായ കൊടുക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസേ നമ്മൾ മലയാറ്റൂർ പോയില്ലേ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയൊരു പാത്രമാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു ട്രേയ്. ഇത് 2 പേർക്കൊക്കെ ചായ കൊടുക്കാനൊക്കെ നല്ലതാണ്, ജ്യൂസ് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പം ഞാനതങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പം ചേട്ടനും കിണർ തേകാവുന്ന ചേട്ടനും കൂടെ നമുക്ക് ഇതിനകത്ത് ചായ കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ ചൂട് ചായ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിപ്പോൾ മടുത്തു. ഇവിടെയുള്ള ട്രേ ആണെങ്കിൽ വലിയ ട്രേയാണ്. ഇന്നലെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഓലക്കൊടി മീനാണ് വാങ്ങിയത്. ഞാൻ മിക്കവാറും വാങ്ങുന്ന തന്നെ ഓലക്കൊടി മീനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓലക്കൊടി മീൻ. ഇങ്ങനെ അടുക്കടുക്ക് പോലെയൊക്കെ കാണും. ഓലമീൻ എന്നൊക്കെ പറയുവേ. അപ്പോൾ അത് അവരിച്ചിരി മുഴുത്ത പീസായിട്ടാണ് കഷ്ണങ്ങളാക്കി തന്നെ. നമുക്കത് കറി വയ്ക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കറി വയ്ക്കുക. എങ്കിലാണ് ആ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അതിനകത്തേക്ക് അങ്ങ് പിടിച്ചെടുക്കത്തുള്ളൂ. കുടംപുളിയൊക്കെ അങ്ങോട്ട് കയറി വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ കഷണങ്ങളാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണത്തെ നമ്മളിങ്ങനെ 2ആയിട്ട് ആക്കിയാൽ മതി. ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണേ. എനിക്ക് ലെഫ്റ്റ് ഹാൻഡിൽ കത്തി പിടിച്ചിട്ട് ജോലി ചെയ്യാനേ അറിയൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയേ, ഞാൻ എൻ്റെ നല്ല കയ്യിൽ ആഹാരം പിടിക്കും, ചീത്ത കൈ കൊണ്ട് ഞാൻ കത്തി പിടിക്കും. നിങ്ങളൊക്കെ നേരെ തിരിച്ചല്ലേ ചെയ്യുക. നല്ല കയ്യിൽ നിങ്ങൾ കത്തി പിടിക്കും, ചീത്ത കയ്യിൽ ആഹാരം പിടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കാറുണ്ട് കേട്ടോ. ചുമ്മാ ഒരു രസത്തിന് നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ
അപ്പോൾ ഞാൻ ഈ മീനൊക്കെ കഷ്ണങ്ങളാക്കട്ടെ. മീനിനുള്ള അരപ്പെല്ലാം കൂടെ വേവാനായിട്ട് വെച്ചു. മീൻ കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് കപ്പയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കപ്പ വാങ്ങി, നല്ല വലിയ കപ്പയാണ്. ഇപ്പോൾ വലിയ കപ്പയാണ്, 2 കപ്പ. നമുക്ക് കപ്പ വിടുന്ന ജോലികളൊക്കെ നമുക്ക് പടപടാന്ന് തീർക്കണം. അതിൻ്റെ ഒരു രസം. വലിയ കപ്പയാണ്, ഇച്ചിരി പാട് വീടും പൊളിച്ചെടുക്കാനും മുറിച്ചെടുക്കാനും ഒക്കെ. ബാസ്കിമോനാണെങ്കിൽ ആ വെളിയിൽ നിന്നിട്ട് എനിക്കിത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അല്ല, ബാസ്കിമോനെ തീറ്റ തിന്നാൻ ഭയങ്കര മടിയായിരുന്നേ. എന്നിട്ട് ഞാൻ അടുത്ത് പോകുന്ന എൻ്റെ ഉമ്മയൊക്കെ കൊടുത്ത് തലോടി തീറ്റ ഡോഗ് ഫുഡ് വെച്ച് കൊടുത്തു. അപ്പോഴാണ് അവൻ കഴിച്ചത്. ചില സമയങ്ങളിൽ അങ്ങനെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹം ആഗ്രഹിക്കും. അവർക്കത് മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് ബന്ധുക്കളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അവർ ചിന്തിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. അവർ ഉറങ്ങാതെ കാവലിരിക്കുന്നതും ഒരൊച്ചയാട്ട ചാടി എണീറ്റ് കുറയ്ക്കുന്നതും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം. വലിയ മരം വെട്ടണ മട്ടാണ് ഞാൻ ഈ കപ്പ കൊണ്ടുപോകുന്നത്. ഏറ്റവും നല്ലത് ചെറിയ കപ്പയാണ് കേട്ടോ. പക്ഷെ അവിടെ ഇങ്ങനെ ചെറിയ കപ്പ ഉണ്ടായില്ല. ഞാൻ സ്ഥിരം വാങ്ങുന്ന കുന്നത്തെ കടയിൽ നിന്നാണ് വാങ്ങിയത്. കുന്നം എന്ന് പറയുന്ന സ്ഥലത്തെ ചെറിയൊരു ഷോപ്പ്. അവിടെ ഞാൻ സ്ഥിരം കപ്പ വാങ്ങാറുള്ളത്. അപ്പം ഞാൻ ഈ കപ്പയെല്ലാം തൊലി പൊളിച്ച് കഴുകി കൊത്തി നുറുക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ വേവിച്ചു. കപ്പ ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്തു കേട്ടോ. മീനും വേവിച്ചു. ആൻസ് എവിടെ ഇരുന്ന് യൂട്യൂബറായിക്കൊണ്ടിരിക്കുകയാണ്. തീർന്ന അയ്യേ ദാരിദ്ര്യം. ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. കളക്കിയപ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. എന്നെ വിളിക്കാത്ത എന്താ? അപ്പം ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ കപ്പയും മീനും അതങ്ങ് കഴിച്ചു. ഇനി ഞാനും അമ്മച്ചി ആൻസും കഴിച്ചാൽ മതി. അമ്മച്ചി കിടക്കുന്നുണ്ട്. അമ്മച്ചിക്ക് ചെറിയൊരു തലകറക്കം. തലകറക്കൊക്കെ മാറുമ്പോൾ ഞങ്ങൾ മതിൽ ചാടുന്നതായിരിക്കും വീണ്ടും. അപ്പം ഇനിയിപ്പം ഞാൻ കഴിച്ചിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് പണികളൊക്കെ കാണാം. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചോറ് അടുപ്പത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഞാനും ആൻസൂട്ടനും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുവാണ് കേട്ടോ. അമ്മച്ചിയോട് കഴിക്കാൻ പറഞ്ഞ് വിളിച്ചിട്ട് അമ്മച്ചി മുറ്റത്ത് മരമൊക്കെ വെട്ടിയിട്ടേക്കണതൊക്കെ കണ്ട്, മരമല്ല കൊമ്പിറക്കിയത്, മരത്തിൻ്റെ കമ്പിറക്കിയത്, പിന്നെ തേങ്ങ 2-3 ചാടിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ചൂട്ട് വലിച്ച് ചാടിച്ചപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അമ്മച്ചി ഇങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ ഉലാത്തി നടക്കുന്നു. നമുക്ക് കഴിക്കാം. അമ്മച്ചി വന്നിട്ട് കഴിച്ചോളും. എന്നാടാ ഇവിടെ ഇറക്കാം. നമ്മുടെ ഇതെന്തിയെ കുഞ്ഞാപ്പു എന്തിയെ നീ കണ്ടായിരുന്നോ? ആ, അപ്പം നമുക്ക് കഴിക്കാം. എന്താ നല്ല കപ്പയും നന്നായിട്ട് കുഴഞ്ഞു. നല്ല സൂപ്പർ കപ്പയാട്ടോ. അയ്യോ, എടുത്തത് എല്ലാം ആയിപ്പോയി. കപ്പയും മീനിൻ്റെ തലഭാഗമായിരിക്കും. കപ്പയും ഇതാ മീനും. കൊതി വരുന്നുണ്ടോ? എവിടെ കൊതി വരാനല്ലേ. ഇതിൽ നിന്ന് എടുക്കാം. അതിൽ നിന്ന് കുഴച്ചാൽ വൈകുന്നേരത്തെ അത്താഴത്തിന് എടുക്കാം. അമ്മച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതേ. അമ്മച്ചി ഒറ്റയ്ക്ക് വഴി തെളിച്ച് വന്നതാണെന്ന് പറഞ്ഞു. അതെന്നാ കുപ്പിയോ? നിന്റെയോ? അങ്ങനെയല്ലടാ കുപ്പി തുറക്കണേ. അങ്ങനെയാ കുപ്പി തുറക്കണേ. ഒരു കുപ്പി തുറക്കാൻ പോലും അറിയാൻ പാടില്ല പോലും.
വലിയ ആൻസ് കുട്ടനാ, വലിയ ആൻസ്. എന്നടാ എന്താ നീയാണോ ആൻസ് കുട്ടൻ? സുദേശ് കുട്ടൻ എന്ന് പറഞ്ഞോണോ? എന്നാടാ ചിരിക്കണ? വേണ്ട, ആ ഏടാ ഇങ്ങോട്ടല്ലേ. നീ പോടാർക്കാം. എന്തുവാടാ എന്തോ ഇവന് ഭയങ്കര ചിരിയാണല്ലോ. പോന്ന് ഞാൻ എടുത്തേക്കണ തീരണ്ടേ? നീ ഒന്ന് എന്റെ തിന്നാ. മീമിയൊക്കെ വച്ചേരാ. ഇച്ചിരി തിന്നു നോക്ക. ഞാൻ തന്നെ അല്ലടാ. എടാ മീനാണാ ഹെൽത്തിന് ഏറ്റവും നല്ലതാ. മീമി വേണം കഴിക്കാൻ. അമ്മച്ചി കപ്പ എടുത്തതിന്റെ അമ്മച്ചിയുടെ മുഖഭാവം എല്ലാരും കണ്ടായിരുന്നു. അമ്മച്ചി സിമെന്റ് കൂട്ടിയിട്ട് കട്ട സിമെന്റ് പറഞ്ഞു. ഇത് തിന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ അപ്പുറത്തൊന്ന് പോയി എടുത്തോ. അതാദ്യം എടുത്തിട്ട് വായിലാക്കി വെക്കാം. ഇനി ഇപ്പൊ കൈ നിറച്ചാവൂലേ? ഞാൻ ഇവിടെ നടക്കാണ്. അമ്മച്ചാണ് ഇടത് കൈ കൊണ്ട് തന്നെ എടുത്തോ. ആദ്യം കറിയൊക്കെ എടുത്തിട്ട് അമ്മച്ച ആദ്യം എടുക്കുന്ന സാധനം കുറച്ച് തിന്നു നോക്കും. എന്നിട്ടാണ് പിന്നെ അത് ചെറിയൊരു കാറാ. ആ കാറ് വന്നിട്ട് അമ്മച്ചി പെരുത്ത വണ്ടിന്ന് പറഞ്ഞു. അമ്മച്ചി ഏത് ലോകത്താ അമ്മച്ചി എടുക്കണല്ലേ? എൻ്റെ കയ്യിൽ ഇതാ പുഴുക്ക. ഇനി എല്ലാരും അമ്മച്ചീനെ എന്ത് വിളിക്കും? ചെല്ലപ്പേര് വിളിക്കണം. അമ്മച്ചിയുടെ ചെല്ലപ്പേര് അമ്മച്ചിയുടെ വീഡിയോയ്ക്കകത്തുണ്ട്. അമ്മച്ചിനെ വീട്ടിൽ വിളിക്കണ കൊച്ചേലി, അമ്മച്ചിനെ കെട്ടിക്കൊണ്ടുപോയി വീട്ടിൽ വിളിക്കണ ഏലിക്കുട്ടി, അമ്മച്ചീനെ അപ്പ ഇട്ട പേര് നങ്ങേലി. നങ്ങേലി പെണ്ണിനു കല്യാണം. അമ്മച്ചീനെ വിളിക്കാൻ അമ്മച്ചിക്ക് ഇഷ്ടം മമ്മി എന്ന് പറഞ്ഞു. ചേട്ടായിക്ക് അമ്മച്ചി മമ്മി എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു. അടുത്ത വീട്ടിലെ പെണ്ണ് അതിന്റെ തള്ളേനെ കയറിയിട്ട് അമ്മേന്ന് വിളിക്കണ കേട്ടോ. ചേട്ടായി വന്നിട്ട് അമ്മച്ചീനെ അമ്മച്ചിന്ന് വിളിച്ച അമ്മച്ചി ആര് ശശിയായി. അമ്മച്ചി വലിയ ഫാഷനിൽ മമ്മി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചതാ. ചേട്ടായി അമ്മച്ചിന്ന് വിളിച്ചു. പക്ഷെ അമ്മച്ചിക്ക് ഒട്ടും വിളിക്കാൻ ഇഷ്ടമല്ലാത്ത എന്നാന്നറിയാവോ? അമ്മേന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് അമ്മേന്ന് വിളിക്കണ ഇഷ്ടമല്ല. ഞാൻ മമ്മീന്ന് വിളിച്ച് പഠിപ്പിച്ചു. പക്ഷെ അവൻ എനിക്കൊരു എടിയെന്ന് വിളിച്ചു. അമ്മച്ചി വിളിക്കണ കേട്ടാണ്ട. അമ്മച്ചി ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചാൽ തിന്നോളൂ. അമ്മച്ചി ടേബിളിലൊന്നും വെച്ച് തിന്നൂല കേട്ടോ. അതിന് അടുത്ത കമന്റ് വരും, അമ്മച്ചി ടേബിളിൽ വെച്ച് കഴിക്കണില്ല, അമ്മച്ചീനെ ആരും ടേബിളിൽ കൂടെ ഇരുത്തൂല എന്ന് പറയും. വെക്കണില്ല ടേബിളില. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിക്കണില്ല. കുറ്റമല്ല, നല്ല കാര്യമല്ലേ പറഞ്ഞത്. അന്ന് അമ്മച്ചി നോക്കിയിരുന്നു നുണ പറയണേ. അമ്മച്ചിയുടെ കുറ്റം പറഞ്ഞു. അമ്മച്ചി മമ്മീന്നല്ല ചേട്ടായിനെ വിളിച്ച് പഠിപ്പിച്ച. എന്നാ പിന്നെ ഞാൻ കുറ്റാണ് പറഞ്ഞ. ഞാൻ വളരെ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞ. ഇതല്ല അമ്മച്ചിനെ വിശ്വസിക്കാൻ പറ്റില്ല. അമ്മച്ചി നുണ പറയും. അമ്മച്ചിനെ അമ്മേന്ന് വിളിച്ചോട്ടെ ഞാൻ. അമ്മേ അമ്മച്ചിനെ ഇനി പറയാ മമ്മീന്നാ വിളിക്കണേ. മമ്മി മമ്മി എന്നാ അപ്പ വിളിക്കണ പേര് വെക്കാം. മമ്മീന്ന് വിളിക്കാം. മമ്മി മമ്മി അവനെന്നെ മമ്മീന്ന് വിളിക്കണ. അമ്മച്ചി എന്നെ എടിയടിന്ന് വിളിച്ചല്ലേ ആ കൊച്ചെന്നെ എടിയടിന്ന് വിളിച്ചു തുടങ്ങിയ. അമ്മച്ചി എടിയടിന്ന് വിളിച്ച കൊച്ചിന്റെ ആക്ക.
ഈ അമ്മച്ചി ഭയങ്കര അവസരാതി. എന്നെ കൊച്ചെന്ന് വിളിച്ചിരുന്നിട്ട് എന്നെ കെട്ടിച്ചു കഴിഞ്ഞ പിറ്റേന്ന് പോലെ അമ്മച്ചി എന്നെ എടിയെടീന്നാക്കി. അറിയാവോ? ഈ അമ്മച്ചിക്ക് സ്നേഹവും ഇല്ല, കരുണയില്ല. നിന്റെ ഭാഗം മീനെ 2 കഷ്ണം കൂടി ഇട്ട് തരുമോ? അതല്ല, അതിൽ നിന്ന് എടുത്തിട്ടാ മതി. നീയോ തിന്നുന്നില്ല. അതെങ്ങനെ നീ 3 തിന്നോടാ? ഞാൻ എടുത്തത് ഈ എല്ലാം ആയിരുന്നതാ. ചിക്കൻ പീസ് 5 തിന്നു. എനിക്ക് ചിക്കൻ മതി. അതിലൊക്കെ ചാടിക്കല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് തുടച്ചിട്ടേക്കണം. അവിടെ അല്ല, കരണ്ടും പോയി. ഇനി ആവി എടുത്ത് പുഴുങ്ങും. നമുക്ക് കിണർ തേവണ കാണുമ്പോ അറിഞ്ഞൂടാ. എന്നാണ് കൊണ്ടുപോകാം. അതെന്ത് ഡാൻസ്? എടാ വെള്ളം ഒത്തിരി എടുക്കരുത് കേട്ടോടാ. വെള്ളം ഒഴിച്ചു പോണ്ടോടാ. പൈപ്പാ? പിന്നെ എവിടെ നിന്നാണ് വെള്ളം വീണോ? ഒച്ച വെക്കണേ. എടാ കഞ്ഞിയുടെ തീ ഒന്ന് കുറച്ചിട്ടേരാ. ഞാൻ വന്ന് എടുത്ത് വെച്ചേക്കാം. ഇപ്പം ഞാൻ കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ പണികളൊക്കെ തീർന്നു. കരണ്ട് പോയിട്ട് വന്നു. നല്ലൊരു മഴയും കഴിഞ്ഞു. കിണറെല്ലാം തേകി ക്ലിയർ ആക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴയും കിട്ടി. നമ്മൾക്ക് സന്തോഷമായി. അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ മുതലക്കടം പള്ളിയിൽ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ 16-ാം തീയതി മുതൽ. അപ്പം നമുക്ക് പള്ളിയിലൊക്കെ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് വരാം. അപ്പോൾ ഇന്ന് ഇപ്പോൾ അമ്മച്ചിയും വരുന്നുണ്ട്. വാവ്, ഇതെന്തു വെള്ളപ്പൊക്കോ? സാരിയൊക്കെ പൊക്കി കൊടുത്ത. എന്നാ അതേ കറണ്ട് കിടത്താൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അപ്പം അമ്മച്ചിയും പള്ളിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി പള്ളിയിലൊക്കെ പോയിട്ട് കുറേ നാളുകളായിട്ട് കുർബാനയൊന്നും അമ്മച്ചി കാണാറൊന്നുമില്ല. കുറേ നാളുകളായി. അപ്പോൾ വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് വരുന്നുണ്ടോയെന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ചേട്ടൻ വണ്ടി എടുത്തു കേട്ടോ. മുറ്റം നിറച്ചിലയാണ്. ഇന്ന് വൈകുന്നേരം പെയ്യുന്ന മഴയിൽ ചാടിയതാണ് കേട്ടോ. എല്ലാവരും കണ്ടതല്ലേ, മഴ പെയ്യുന്ന കണ്ടതല്ലേ. അപ്പം അത് നമ്മളിന്ന് പ്ലാവിൻ്റെ ചവറ് വെട്ടിയിട്ടേക്കുന്നതാണ്. നമുക്ക് ഉണങ്ങിക്കഴിയുമ്പം ആടിന് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് വാടിയിട്ട് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിൽ കൊള്ളാനിട്ടതാണ്. പക്ഷെ മഴയാണ് കൊണ്ടത്. അപ്പം എന്താണെങ്കിലും ചവർ ഇഷ്ടം പോലെയായി, ഇല ഇഷ്ടം പോലെയായി. മുറ്റടിക്കാനായിട്ടൊരു ഇന്ന കാര്യങ്ങളായിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യുമെന്തോ. എനിക്കിത് കണ്ടിട്ടാണെങ്കിൽ തല കറങ്ങുന്നു ഗൈസ്. ആൻസ് ഭയങ്കര സ്റ്റൈലിൽ നീ അവിടെ നിന്ന്. ആൻസ് താക്കോലെടുത്തോടാ. ആൻസ് ഭയങ്കര സ്റ്റൈലിൽ എന്തു കിട്ടണം? പാവാടയോ? ആ ചിരി അങ്ങ് നോക്ക്. ആ മുഖത്തെ ഒരു വൈക്ലബ്യം. അപ്പം നമുക്കിതാ ഇവിടെ നിന്ന് മുതലക്കടം പള്ളിയുടെ ബാക്ക് സൈഡിലുള്ള ഇലുമിനേഷൻ ബൾബുകളും ബൾബ് അലങ്കാരങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലെയാണ് കേട്ടോ പ്രദക്ഷിണ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ആ ഗേറ്റ് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ പള്ളിക്ക് ചുറ്റി വരുന്നത്. അപ്പോൾ പള്ളിയിലൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. പള്ളിയിൽ ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കുന്നത്. ഈ തവണ അവിടെ ഇട്ടിട്ടുണ്ട് ചേട്ടാ. അവിടെ പാരിഷാളിലും അലങ്കാരം, പള്ളിയിലും അലങ്കാരം. അടിപൊളി അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ. ചേട്ടൻ കൈ കാണിച്ചു. അങ്ങനെ നമ്മൾ പെരുന്നാളൊക്കെ ആരംഭിച്ചു. അങ്ങനെ പള്ളിയിലൊന്ന് വന്നു കേട്ടോ. വന്നിട്ട് ഇനിയിപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേർച്ചയാക്കിയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാവേ.
അപ്പോൾ ഇതാ പള്ളി അലങ്കരിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. പള്ളി മണിയുടെ ഭാഗമാണ് പള്ളി അലങ്കരിച്ചിരിക്കുന്നത്. മുത്തുകൊടകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് മാതാവിൻ്റെ രൂപത്തിൻ്റെ ആ ഒരു ഭാഗമാണ്. ഇതാണ് ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. പാരിഷ് ഹാളിലിതാ ഇതുപോലെ കാണിക്കുന്നുണ്ട്. 2 അച്ഛന്മാരിതാ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അത് ചങ്ങല തൂക്കിയിട്ടതുപോലെയുള്ള ഇലുമിനേഷൻ ബൾബ് അലങ്കാരങ്ങൾ ഇപ്പോഴും നല്ല നിറച്ച ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളൊക്കെയാണ്, അതുകൊണ്ട് കൂടുതൽ ആളുകളെല്ലാം എത്തും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഈ സമയത്തൊക്കെ ധാരാളം പേര് വരുന്നതാണ്. നമ്മളെപ്പോഴും വന്നിവിടെ ഇരിക്കാറൊക്കെയാണ് ഉള്ളതാണ്. എല്ലാവർക്കും അറിയാം. അതുപോലെ മെഴുകുതിരിയൊക്കെ വിൽക്കുന്നവരിഷ്ടം പോലെയുണ്ട്. തൊട്ടടുത്തുള്ള കടകളൊക്കെ ആണെങ്കിലും ഭയങ്കരമായ ബൾബ് അലങ്കാരങ്ങളാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ചേട്ട കഴിച്ച അപ്പം ചേട്ട കിടക്കുമെന്ന് പറഞ്ഞു മിസ്റ്റർ മരുമകൻ. അമ്മച്ച ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഇറങ്ങി പോകണം. ഓ പറഞ്ഞാൽ എങ്ങനെ അറിയണേ. ഓ മിസ്റ്റർ മരുമകൻ. അപ്പം ഞങ്ങളിതാ പള്ളി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ആൻസിനെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചേക്കും ഒരു കാര്യം. എന്താണെന്നറിയണമെങ്കിൽ ഞാൻ കാറേന്ന് ഇറങ്ങണം. അപ്പം ദാ അവിടെ ഒരു ബൾബ് മിന്നി കത്തണുണ്ടോ? ഇപ്പം ഈ സിനിമയിലൊക്കെ ഇങ്ങനെ പ്രേതമൊക്കെ വരുമ്പോൾ ബൾബ് ഇങ്ങനെ മിന്നി കത്തൂലേ? ഞാൻ ആൻസൂട്ടിനെ പറഞ്ഞ് പേടിപ്പിച്ചു. എടാ ആൻസ് ഇത് ആ പോസ്റ്റ് എന്തുവാടാ മനസ്സിനെ പേടിപ്പിക്കല്ലേടാ? എനിക്ക് പേടിയാണെന്ന് നിനക്ക് അറിയാലോ. എടാ എന്നാടാ എൻ്റെ അല്ലാതെ എൻ്റെ അപ്പൊ ആൻസിനെ പറഞ്ഞ് പേടിപ്പിച്ചേ. അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു ആൻസിനെ പറഞ്ഞ് പേടിപ്പിച്ച. അതിന് ചോട്ടി പ്രേതം ഉണ്ട്, അതാ ഇങ്ങനെ മിന്നണേന്ന് പറഞ്ഞു. അമ്മച്ചോട് പറഞ്ഞു. അമ്മച്ചി പേടിച്ച് ഓടിപ്പറ. അമ്മച്ചിക്ക് ഈ വക ഭൂതപ്രേത വിശ്വാസികളിലൊക്കെ ഇച്ചിരി വിശ്വാസമൊക്കെ ഉണ്ട്. എവിടെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യട്ടെ. ചേട്ടന് മൂത്രം ഒഴിക്കും. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുപുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.